ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കുവാണ്. ഒരു മസാലപ്പൊടിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ചൂടായിട്ടുള്ള ഒരു പാനിലോട്ട് ഞാൻ ഒരു 7 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടുന്നത് 2 ടേബിൾ സ്പൂൺ മല്ലിയാണ്. അതും മുഴുവൻ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് കുരുമുളകാണ്. കുരുമുളക് ഞാൻ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടുന്നത് കറിവേപ്പിലയാണ്. ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില നമ്മളിതുപോലെ ഈ മസാലയുടെ കൂടെ വറുത്ത് പൊടിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിനൊരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ കറിവേപ്പില ഇടാൻ ആരും മറക്കരുത്. കറിവേപ്പില എന്തായാലും മസ്റ്റായിട്ടും വറുത്ത് ചേർത്തിരിക്കണം, വറുത്ത് പൊടിച്ച് ചേർത്തിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇത്ര എരിവ് ആവശ്യമില്ലെങ്കിൽ ഞാനിപ്പം ഒരു 7 എരിവുള്ള വറ്റൽമുളകാണ് ചേർത്തിട്ടുള്ളത്. അതിന് പകരം നമുക്ക് 3 എരിവുള്ള വറ്റൽമുളകും ബാക്കി നമുക്ക് കാശ്മീരി മുളകും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ മുളകും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തിട്ട് ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മസാല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അധികം അങ്ങോട്ട് ഫൈൻ പൗഡർ ആക്കേണ്ട. നമുക്കിങ്ങനെ തരിതരിയായിട്ടുള്ളൊരു മസാലയാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിനായിട്ട് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ഈ മസാല നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. കൂടെ തന്നെ ഞാൻ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ വറ്റൽമുളകൊക്കെ കുറച്ചധികം ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പച്ചമുളക് എരിവില്ലാത്ത പച്ചമുളക് 2 എണ്ണമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ കറിവേപ്പിലയും കൂടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടണം. അതുപോലെ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കനെല്ലാം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് വേണ്ടുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ആ ഇഞ്ചി വെളുത്തുള്ളി മിക്സും മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം കൂടെ ചിക്കനിലോട്ടൊന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടത്തക്ക വേണം നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതിലോട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല. വെള്ളമൊന്നും ചേർക്കാതെ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം കൊണ്ട് മാത്രമാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആദ്യത്തെ ആ 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തത് ഹൈ ഫ്ലെയിമിലിട്ടാണ്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ ഹാഫ് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ചിക്കനിൽ നിന്ന് ഒന്നുകൂടി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചിക്കന് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട നമ്മുടെ ഈ വെള്ളമൊക്കെ വറ്റുന്നിടം വരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വരട്ടി എടുക്കണം. ചിക്കനിലെ ഈ വെള്ളമൊക്കെ ഒന്ന് പകുതിയാവുന്നിടം വരെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം ഒരു 10-20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടിയതാണ് ചിക്കനൊക്കെ. ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ആ മസാല കൂട്ടുകൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ മസാല കൂട്ട് ഫുള്ളായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ മസാലയൊക്കെ ചിക്കനിലോട്ട് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടത്തക്കവണ്ണം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തക്കാളിയുടെ പകുതി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടുന്നത് സവാളയാണ്. ഞാനൊരു 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയുള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചെറിയുള്ളിയൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂടി കിട്ടുന്നതാണ്. അപ്പം സവാളയും തക്കാളിയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ചിക്കൻ റോസ്റ്റൊക്കെ വെക്കും നമ്മൾ ആദ്യം ആണ് സവാളയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ലാസ്റ്റിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സവാള ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോവാതെ ഒന്ന് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടണം. എന്നാലേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സവാളയൊന്ന് ജസ്റ്റ് സോഫ്റ്റ് ആക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞിട്ട് ആ ചിക്കനിലോട്ടൊന്ന് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി തുറന്ന് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ സവാളയ്ക്ക് പകരം ചെറിയുള്ളി എടുക്കാൻ മറക്കരുത്. അല്ലെങ്കിൽ പകുതി സവാളയും പകുതി കൊച്ചുള്ളി എടുത്താലും മതിയാകും. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. നന്നായിട്ട് പുരട്ടി എടുത്ത് ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മല്ലിയില മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ വിതറി കൊടുക്കാവുന്നതാണ്. പക്ഷേ എനിക്കിപ്പോൾ ഇത്രയും എരിവ് മതി. അതുകൊണ്ട് ഞാൻ ഇനിയും കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇത്ര എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊന്നും അധികം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. ഇത്രയും എരിവ് വേണ്ടെങ്കിൽ ആ ഹാഫ് ക്വാണ്ടിറ്റി ആദ്യം ഉണ്ടാക്കിയ മസാലക്കൂട്ടിലെല്ലാം ഹാഫ് ക്വാണ്ടിറ്റി എടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കിടിലനൊരു കോമ്പിനേഷനാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാലേ ഞാൻ പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.